ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നോട് തയ്യാറാക്കാൻ പോകുന്നത് ഈ കറുത്ത പഴം അവലും കൂടി വെച്ചിട്ട് അവൽ കുഴച്ചതെന്ന് അറിയും. ഹെൽത്തി ആയിട്ട് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. ഇതാ ഒരു കടായി ചൂടാൻ വെച്ചു. ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ പഴം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇതൊന്ന് ഉടയ്ക്കണം. വെന്തതിന് ശേഷം നെയ്യിലൊന്ന് വേവട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഞാനൊരു 300 ഗ്രാം ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതാ ഇപ്പോൾ പഴം നന്നായി പാകമായിട്ടുണ്ട്. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇതാ ഒരു മുറി തേങ്ങ ഞാൻ ചെറുതായിട്ട് ചിരവി വെച്ചിട്ടുണ്ട്. അത് കൊട്ടി കൊടുക്കാം. ഇതാ ശർക്കര പാനി ഞാൻ അത് ഉരുക്കിയെടുത്തിട്ട് അരിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതായിട്ട് വരട്ടെ. ഭയങ്കര ടേസ്റ്റാണ്. നേന്ത്രപ്പഴവും തേങ്ങയും പിന്നെ അവലും കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതും കൂടിയാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. എൻ്റെ ചാനലിൽ ഞാൻ വേറെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നിറയെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായ ഒന്ന് പോയി കാണണേ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ലെങ്കിലും അവർ ചിലപ്പോൾ ഇത് കഴിച്ചാൽ നല്ലതുമാണ്, ഗുണമുള്ളതുമാണ്. ചിലപ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും കേട്ടോ. ചില പഴമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പഴം അവലൊക്കെ കഴിച്ചാൽ ഗുണമുള്ള സാധനം തന്നെയല്ലേ. അപ്പോൾ എത്ര ഇഷ്ടമില്ലാത്ത കഴിക്കാത്ത കുട്ടികളും നേന്ത്രപ്പഴം ആണെങ്കിലും അവലാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും കഴിക്കും. രണ്ടത് കാണാനായിട്ട് തന്നെ എന്തൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇതാ ഞാൻ 1 കപ്പ് അവല എടുത്തിട്ടുണ്ട്. മട്ടയരിയുടെ അവലാണ് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കണം. അവൽ ഒരുപാട് നനവായാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കറക്റ്റ് അളവിനാണ് അത് നനഞ്ഞാൽ ഒരു ടേസ്റ്റ് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ബാക്കിയുള്ള അവൽ കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാവിടെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അവലും ഈ പഴവും തേങ്ങയും ഇതെല്ലാം കൂടി വേറിട്ട് നിൽക്കാതെ കറക്റ്റായിട്ട് ഇതായി വരുമ്പോഴാണ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. ഇതാ അവൽ ഇപ്പം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടാ വിട്ട് വരുന്ന പോലെ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗി, അതേപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്.